അതാ മുരുകനെ ഉയർത്തും, മുരുകനെ വളർത്തും. അപ്പൊ മുരുകനെ ആരാധിക്കുന്നവരെയും മുരുകനെ ഇഷ്ടപ്പെടുന്നവരെയും മുരുകനെ വിളിക്കുന്നവർക്കും ഒരുപാട് കാര്യങ്ങൾ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അർത്ഥം. ഇതാണ് ഇതിന്റെ ലോജിക്ക്. ഈ നാഡി ജ്യോത്സ്യം എന്താണെന്ന് എനിക്കൊന്ന് ഞാൻ ഞങ്ങളുടെ ചാനലിലും നാഡി ജ്യോത്സ്യം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പം എപ്പോഴും നാഡി ജ്യോത്സ്യം എന്ന് ഞാൻ നോക്കിയിട്ടില്ല, കേട്ടിട്ടുണ്ട്, പോയി നോക്കണം എന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലെന്ന് പിന്നെ എനിക്ക് തോന്നിയോണ്ടാണ് ഇപ്പം ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം താങ്കളുടെ അഭിപ്രായത്തിൽ നാഡി ജ്യോത്സ്യം കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നോക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ താങ്കളുടെ തിയറി ആയിട്ട് കണക്ട് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടാവും. അപ്പം എന്താണ് അതിനെപ്പറ്റി അഭിപ്രായം? അതിൽ രണ്ട് അഭിപ്രായമുണ്ട്. നാഡി ജ്യോത്സ്യം സത്യമാണ്, കുറെ പേര് ഫേക്കാണ്. അതിലെന്താണെന്നുണ്ടെങ്കിൽ അവര് ചെന്ന് കഴിഞ്ഞാൽ അവര് ഒരു കെട്ട് ഓലെടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും, അച്ഛൻ്റെ പേരെന്താ, അമ്മയുടെ പേര് ഇങ്ങനെയാണോ, ഇന്ന ശ്രദ്ധ തുടങ്ങുന്നു, അങ്ങനെ തുടങ്ങുന്നു, കുറേ ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷെ ഒരു 10-20 ചോദ്യം ചോദിക്കും. അപ്പൊ നമ്മൾ പറയും നോ 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 അല്ല അല്ല എന്നൊക്കെ പറയും. അതുകൊണ്ട് ഒരു മിനിറ്റ് എന്നിട്ട് ഇവർ വീണ്ടും ഉള്ളിലേക്ക് പോകും. എന്നിട്ട് ഒരു 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യും. 20 മിനിറ്റ് കണ്ട് ഇവർ വേറൊരു ഓലെടുത്തോണ്ടിരും. ഇവർക്ക് ഉള്ളിൽ പോകേണ്ട കാര്യമില്ല, ഓലെടുത്തോണ്ടിരും. എന്നിട്ട് ആ ഓലയിൽ അച്ഛൻ്റെ പേര് ഇങ്ങനെയാണോ, അമ്മയുടെ പേര് ഇങ്ങനെയാണോ, വീട്ടുകാർ ഇങ്ങനെയാണോ, നാട് ഇങ്ങനെയാണോ ചോദിക്കും. അപ്പോൾ നമ്മൾ നോ 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 എന്ന് പറയും. അപ്പൊ ചിലരോട് പറയും നിങ്ങൾ ഇപ്പോൾ വേണ്ട അടുത്ത ആഴ്ച വരാൻ പറയും. എന്നിട്ട് അത് ഇവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച വരുമ്പോൾ അടുത്തൊരു ഓല എടുത്തോണ്ടിരും. ആ ഓല ചോദിക്കുന്നത് അച്ഛൻ്റെ പേര് ഇങ്ങനെയല്ല, അമ്മയുടെ പേര് ഇങ്ങനെ. അപ്പൊ നമ്മൾ അതെ കറക്റ്റ് ആ പേരൊക്കെ പറയും. അപ്പൊ അതൊക്കെ അങ്ങനെ പറയുന്നൊരു ഫേക്കാ. അങ്ങനെ പറയുന്നത് അല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ വീണ്ടും പോയിട്ട് വീണ്ടും വായോ എന്ന് പറയില്ലേ, ഓല കിട്ടാനില്ലാന്ന്. ഒരാളെടുത്താൽ എല്ലാ ഓലയിലും കിട്ടണം. 4 ഓലയോ 5 ഓലയോ കിട്ടുന്നുണ്ടാവും അവർക്ക്. അപ്പോൾ ചിലവർക്ക് ഫസ്റ്റ് ഓല തന്നെ കിട്ടും, പേരും ഇതൊക്കെ. അവർ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതാണ് ഫേക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ കാലചക്രം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കടക്കാൻ പോകുന്നത് 2028 കടക്കാൻ പോകുന്നത് കാർത്തികയില. നമുക്കറിയാം 2028 കടക്കണേ. അപ്പൊ നമുക്കറിയാം കാർത്തിക നക്ഷത്രത്തിലാണ് മുരുകൻ ജനിച്ചതെന്ന് പലരും പറഞ്ഞു. തെറ്റാ, അങ്ങനെയല്ല. മുരുകന്റെ ലഗ്നവും നക്ഷത്രം ഇരിക്കുന്നത് വിശാഖത്തിലാണ്. നിങ്ങൾ പാട്ട് കേട്ടു, മുരുകന്റെ പാട്ട് കേട്ടോക്ക്, വിശാഖ നക്ഷത്രത്തിൽ പിറന്നവനാണെന്നാണ് പാട്ടിലുള്ളത്. അപ്പൊ കാർത്തികയിലുള്ള സ്ത്രീകൾ മുരുകനെ എടുത്ത് വളർത്തി എന്നാണ് കഥ. അല്ലാണ്ട് മുരുകന്റെ നക്ഷത്രം കാർത്തികല്ല. പക്ഷെ കാർത്തികേയൻ അറിയപ്പെടുന്നത് കാർത്തിക നക്ഷത്രം അല്ല. തെറ്റ്. സ്ത്രീകളെ എടുത്ത് വളർത്തി. കാർത്തിക നക്ഷത്രത്തിലുള്ള അമ്മമാര് മുരുകനെ എടുത്ത് വളർത്തിയത് കൊണ്ട് കാർത്തികേയൻ എന്നുള്ള പേര് വന്നു. മുരുകൻ നക്ഷത്രം വിശാഖ, കറക്റ്റ്. ഓക്കെ, തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ കാർത്തിക നക്ഷത്രത്തിലേക്കാണ് കാലചക്രം പോണത്. അപ്പൊ കാർത്തിക നക്ഷത്രത്തിൽ പോകുമ്പോൾ കാർത്തികയിലുള്ള അമ്മമാർ, അത് അവിടുത്തെ എനർജി, അവിടുത്തെ ഭൂമി മാത മുരുകനെ ഉയർത്തും, മുരുകനെ വളർത്തും. അപ്പൊ മുരുകനെ ആരാധിക്കുന്നവരെയും മുരുകനെ ഇഷ്ടപ്പെടുന്നവരെയും മുരുകനെ വിളിക്കുന്നവർക്കും ഒരുപാട് കാര്യങ്ങൾ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അർത്ഥം. ഇതാണ് ഇതിന്റെ ലോജിക്ക്. ഇനി അത് കഴിഞ്ഞാലോ പിന്നെ നക്ഷത്രത്തിൽ കിടക്കും, മകീരത്തിലേക്ക് കടക്കും. മകീരാണ് മകീരം, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും നക്ഷത്രങ്ങൾ. മകീരത്തിലേക്ക് നക്ഷത്രം കടക്കുമ്പോഴാണ് മൃഗശീർഷ. മകീരത്തിന്റെ പേര് മൃഗശീർഷ എന്നാണ്. അതായത് അതിന്റെ അർത്ഥം മൃഗം സംസാരിക്കുന്ന സ്ഥലം. അതാണ് ബൈബിളിൽ പറയുന്ന മൃഗം ഭരിക്കുന്നതിലേക്ക്. അപ്പൊ ഇത് ബൈബിളും എല്ലാതും ആസ്ട്രോളജിയെ പറയണേ. ഇവരെല്ലാം ആസ്ട്രോളജിയാണ് പറയുന്നത്. അപ്പൊ മൃഗം ജനത്തെ ഭരിക്കുന്ന രീതിയിലേക്ക് കാലം കടക്കും. അതാണ് മൃഗശീർഷ, അതിലേക്ക് കടക്കും. പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് അങ്ങനെ രോഹിണിക്ക് കടക്കുമ്പോൾ രോഹിണി നക്ഷത്രവുമായി ബന്ധപ്പെട്ട് ആളുകൾ ഒരുപാട് ലവ് മാരേജ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കാർത്തിക മുമ്പുള്ള നക്ഷത്രം. ഇപ്പൊ കാർത്തികയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാർത്തികയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കാലചക്രം. ഇപ്പൊ കാർത്തികയിലേക്ക് കടക്കും. ഇപ്പൊ 4 കൊല്ലമല്ലോ. ഇപ്പൊ കാർത്തികയിലേക്ക് കടക്കും. അങ്ങനെ 100 കൊല്ലത്തിന്റെ ചക്രം ഉണ്ട്. അതായത് അശ്വതി ഭരണി കാർത്തിക ഉണ്ട്. അങ്ങനെ കടക്കും. അപ്പോൾ ഇനി ചന്ദ്രന്റെ കർമ്മയായിരുന്നു ഇപ്പൊ ഇത്രയും കാലം. ചന്ദ്രന്റെ കർമ്മ മാറി ഇനി ചൊവ്വയുടെ കർമ്മയിലേക്ക്, കാർത്തിക നക്ഷത്രം ചൊവ്വയുടെ കർമ്മയിലേക്ക് കടക്കും. അങ്ങനെ ചൊവ്വ നമ്മൾ മുരുക ഭഗവാനെ ആരാധിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ കറക്റ്റ്. അതുകൊണ്ടാണ് മുരുകനെ കാണാനും തിരുച്ചെന്തൂർ മുരുകനെ കാണാനും ഒരുപാട് പേര് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കില്ലേ. നമ്മൾ ഈ മോഡിജി ഭരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് കാർത്തികേയന്റെ ഒരു മുരുകയുഗ ആരംഭിച്ചു. അതാ ആരംഭം. അതാ ഞാൻ പറഞ്ഞത് 10 കൊല്ലം മുമ്പ് ഇത്, അതായത് 2012 മുതൽ ഇത് ആരംഭിച്ചെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അപ്പൊ ആരംഭിക്കുന്ന സമയത്ത് ഇയാൾക്ക് പവർ കിട്ടും, ശക്തി കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് മുരുകന്റെ വേലൊക്കെ പുള്ളി എടുത്ത് കാണിക്കുന്നത്. ഇതൊന്നും വെറുതെ നമ്മൾ വിചാരിക്കും ഇയാൾ എന്തിനാണ് മുരുകന്റെ വേലൊക്കെ എടുത്ത് കാണിക്കണേ, മുരുകന്റെ വേലൊക്കെ എടുത്ത്. ഇതിനൊക്കെ ഒരു റീസൺ ഉണ്ട് എന്നർത്ഥം. റീസൺ ഇല്ലാതെ സംഭവിക്കില്ല. അപ്പൊ ഇങ്ങനെയാണ് പോണത് കാലചക്രം. അപ്പോൾ അതുകൊണ്ടാണ് മുരുയുഗം വരുന്നത്. യുദ്ധത്തിന്റെ കാര്യത്തെ പറ്റി പറയാൻ ജസ്റ്റ് 2 വാചകം. അതായത് ഇറാനും യുഎസുമായിട്ടുള്ള ഇറാൻ, അതാ പറഞ്ഞത്, നമ്മൾ ഇത് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, എന്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, ഇറാനെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇറാന്റെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളുണ്ട്. ഇറാനെ തോൽപ്പിക്കാൻ പറ്റില്ല, അമേരിക്ക തോൽപ്പിക്കാൻ പറ്റില്ല.
ഉണ്ട്. ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾ പല രാജ്യങ്ങളും വരുന്നു. അത് മാത്രമല്ല, ഇറാൻ എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ അറബ് രാജ്യത്തുകൊണ്ടുപോയി ബോംബിടും. അതാണ് ഇവരെ പേടിപ്പിക്കും. എന്നിട്ട് അമേരിക്കനെ ഓടിപ്പിക്കുക. അപ്പോൾ അമേരിക്കയുടെ ശക്തിനെ മുഴുവൻ ചോർത്തി കളഞ്ഞിട്ട് ഇസ്രായേലിനെ അവിടുന്ന് ഇസ്രായേൽ ജനതനെ അവിടെ നിന്ന് ഓടിപ്പിക്കുക എന്നാണ് അവരുടെ പ്ലാൻ. അതായത് അപ്പോൾ ഇവർ ഈ ഹോർമസ് കടൽ പിടിച്ചെടുത്ത് പെട്രോളിയത്തിനെ ബാൻ ചെയ്ത് നമ്മുടെ കേരളത്തിൽ നിന്നും പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുക. മനസ്സിലായോ? കേരളത്തിൽ നിന്ന് പെട്രോളിയം നമ്മുടെ കൊച്ചിയിൽ നിന്നും ഇവിടുന്ന് പെട്രോളിയം ഉൽപ്പാദിപ്പിച്ചു. അതായത് നൈട്രോ മീഥേൻ പോലുള്ള സാധനങ്ങൾ ഗ്യാസുകൾ ഷെൽ ഗ്യാസ് എന്ന് തന്നെ പറയാം. ആ ഗ്യാസുകളും ഷെൽ ഗ്യാസ് എന്ന് തന്നെ പറയാം, നാച്ചുറൽ ഗ്യാസ്. അത് ഉൽപ്പാദിപ്പിച്ച് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വിതരണം ചെയ്യുക എന്നാണ് പ്ലാൻ. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തെ പെട്രോളും ഡീസൽ വണ്ടികളൊക്കെ മാറി ഡീസൽ വണ്ടികൾ നിരോധിക്കും, ബൈക്കുകൾ നിരോധിക്കും, ഭാവിയിൽ ബൈക്കുകൾ നിരോധിക്കും, ഡീസൽ വണ്ടികൾ നിരോധിക്കും, ഇലക്ട്രിക്കിലേക്ക് ലോകം പോകും. അത് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇലക്ട്രിക്കിലേക്ക് പോകാം. പിന്നെ ഈ പറഞ്ഞ ഹൈഡ്രജനിലേക്ക് പോകും. ഹൈഡ്രജൻ ഫ്യൂവലും പുതിയ കണ്ടുപിടുത്തം ഇതന്നെ ഇലക്ട്രിക്കൽ തന്നെ കണ്ടുപിടുത്തം. ഇലക്ട്രിക്കൽ തന്നെയാണ് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഇലക്ട്രിക്കൽ വാഹനങ്ങളൊക്കെ കത്തിപ്പോകുന്നതായിട്ടൊക്കെ കാണുന്നത്. ഇല്ല അത് ആദ്യം കറക്റ്റാണ്. ആദ്യം വരുമ്പോൾ ടെക്നോളജിയുടെ പ്രോബ്ലം കൊണ്ട് ആദ്യം ഉണ്ടാക്കുന്ന വാഹനങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ വരാം. പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെ ഇല്ലല്ലോ. ഇപ്പോഴത്തെ വാഹനങ്ങളും അങ്ങനെ ഇല്ല. അതൊക്കെ പണ്ടത്തെ വാഹനങ്ങൾ, ബൈക്കുകൾ, അതാണ് പറഞ്ഞത്. അത് സ്റ്റാർട്ടിങ് കൊണ്ടുവരല്ലേ, അപ്പോൾ അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും, സ്വാഭാവികം. അത് കഴിഞ്ഞ് ടെക്നോളജി മാറി ഇനി ഒരു 5 വർഷം കൊണ്ട് മൊത്തം ഇലക്ട്രിക് യുഗമാണ് വരുന്നത്. ഇപ്പൊ ആസ്ട്രോളജിയെ സംബന്ധിച്ചോളം ഈ ജ്യോതിഷപരമായിട്ടുള്ള ഒരു മാറ്റം എന്തായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ? ഞാൻ അത് മുമ്പേ പറഞ്ഞില്ലേ, ആത്മീയത സയൻസ് എത്രത്തോളം ഉയർന്നു വരുന്നു, ടെക്നോളജി എത്രത്തോളം ഉയർന്നു വരുന്നു, അത്രത്തോളം ആത്മീയത ഉയർന്നു വരും. ഇതാണ് സയൻസ്. അല്ല, പുതിയ പുതിയ എന്താ പറയുക കണ്ടുപിടുത്തങ്ങൾ ആസ്ട്രോളജിയിലും ആസ്ട്രോളജിയിൽ കുറെ പേര്, അതായത് ഞാൻ പറഞ്ഞു എന്നെ പോലുള്ള കുറെ പേര് ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട്. ഒരുപാട് റിസർച്ചുകൾ വരുന്നുണ്ട്. ഇപ്പൊ നമുക്കും പാറ്റന്റ് ഒക്കെ എടുക്കാനുണ്ട്, ഒരുപാട് പാറ്റൻസ് ഒക്കെ നമുക്ക് എടുക്കാനുണ്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ ഒരുപാട് പേര് ഇതിലേക്ക് വരണം, വന്നിട്ട് ഇതിനെ റിസർച്ച് ചെയ്യണം. പിള്ളേരുകൾ ഇപ്പോൾ ഒരുപാട് പിള്ളേരുകൾ ഇപ്പോൾ ആസ്ട്രോ ടോക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വന്നുകൊണ്ടിട്ട് ഒരുപാട് പേര് ഇതിൻ്റെ ഉള്ളിലേക്ക് ചാടിയിട്ടുണ്ട്. അപ്പോൾ അതാ പറഞ്ഞ ആസ്ട്രോ ടോക്കിൽ കുറേ പേര് ഇപ്പോൾ പിന്മാറി. കാരണം എന്താ, അതിൽ കുറേ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളാണെന്ന് മനസ്സിലായി. അപ്പോൾ സത്യത്തെ തേടിയൊരു യാത്ര, സത്യത്തെ അന്വേഷിച്ചൊരു യാത്ര, സത്യത്തെ കണ്ടുപിടിക്കാനുള്ള യാത്ര ജനം ആരംഭിക്കേണ്ട സമയമായി. സത്യത്തിൻ്റെ പുറകിൽ പോവുക, അത് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക, അന്വേഷിക്കുക, കണ്ടുപിടിക്കുക. അങ്ങനെ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അതിനെ ബൈബിളിൽ എഴുതിച്ചാണ്, അന്വേഷിക്കൂ, കണ്ടുപിടിക്കൂ. 19 പേരും കൂടെ പെൻഡിംഗ് ആയിട്ട് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. 50 പേരോളം അപ്പോയിന്റ്മെന്റ് നോക്കാൻ ബാക്കി കിടപ്പുണ്ട്. അവരൊക്കെ ഡേറ്റ് മാറി കിടക്കാണ്. അതെല്ലാം ഞാൻ എടുത്ത് ഇപ്പൊ തീർക്കും. ഒറ്റ മാസം കൊണ്ട് തന്നെ ഞാൻ എല്ലാവരുടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് തീർക്കും. അതിനുശേഷം സ്റ്റുഡൻസ് അപ്പോയിന്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ആര് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്താലും എൻ്റെ സ്റ്റുഡന്റിന്റെ അപ്പോയിന്റ്മെന്റ്, സ്റ്റുഡൻസ് ആരാന്ന് കാണും, സ്റ്റുഡന്റ് അപ്പോയിന്റ്മെന്റ് ആണ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്റ്റുഡൻസ് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. പഠിക്കാൻ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. അതിപ്പോൾ ഇനി 5th ബാച്ച് ആരംഭിക്കുന്നു, 6th ബാച്ച് ആരംഭിക്കാൻ പോകണം. അങ്ങനെ ബാച്ചുകൾ അങ്ങനെ ആരംഭിക്കുന്നുണ്ട്. പഠിക്കാം. ഈ ബുക്ക് നോക്കിയിട്ടാണ് പഠിപ്പിക്കുക കേട്ടോ. ഈ പുസ്തകത്തിലാണ് പഠിക്കുക. ഇല്ല, ഇതിന്റെ ബുക്കിന്റെ വില എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇത് അടിക്കാൻ, ഇത് കളറിൽ അടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 600 രൂപ ചിലവുണ്ട്. കളർ നല്ല പേപ്പറിൽ അടിക്കാൻ ഒരു 600 വരുന്നുണ്ട്. അപ്പോൾ ബുക്കിന്റെ ചാർജ് എന്ന് പറയുന്നത് നമുക്കൊരു 1500 to 2000 ഇടയിലാണ് നമ്മൾ ചാർജ് ഈടാക്കണേ. അത് മാത്രമല്ല മാസം ഈ ബുക്കിലെ ഇത് ആരൊക്കെ വാങ്ങിയിട്ടുണ്ടോ അവർക്ക് ഫ്രീ ക്ലാസ് ഉണ്ടായിരിക്കും എൻ്റെ വക. ആ ലോകത്ത് എവിടെ ഇരുന്നിട്ടും ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് ഇതിലുള്ള ഏത് ഡൗട്ടും, ഇപ്പോൾ ഇതിൽ എഴുതിയിട്ടുള്ള ഏത് ഡൗട്ടും എന്നോട് നേരിട്ട് ചോദിക്കാം. ഏത് ഡൗട്ടും പഠിക്കുമ്പോൾ ഇത് വായിച്ചിട്ട് ഇത് പഠിക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാവുന്നില്ല, ഇപ്പോൾ ഓജൻ യുഗ്മം മനസ്സിലാവുന്നില്ല, അശുഭഗ്രഹങ്ങൾ മനസ്സിലാവുന്നില്ല, സ്ഥിരം ഉഭയം മനസ്സിലാവുന്നില്ല എനിക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട്, അതായത് ബുക്ക് മേടിച്ചവർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. കൊടുത്തിരിക്കുന്ന ജ്യോതിഷ പഠന രഹസ്യം അതാണ്. ആ 90% ആളുകൾക്ക് അറിയാത്ത രഹസ്യം. ആ രഹസ്യം വെളിപ്പെടുത്താണ് നമ്മൾ ബുക്കിലൂടെ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും കണ്ടിരിക്കുന്ന ആൾക്കാർ ഇനി ഇതിനെപ്പറ്റി കൂടുതൽ സംശയങ്ങൾ കാര്യങ്ങൾ 90% ആളുകൾക്ക് അറിയാത്ത രഹസ്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതറിയാത്ത രഹസ്യമാണ് അതിനുള്ളിലുള്ളത്. അതെ, അപ്പോൾ ആ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടട്ടെ, കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തട്ടെ, MDRയും ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മുടെ പ്രേക്ഷകരോട് ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഇല്ല, പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുപാട് കമന്റ്സുകൾ ഇപ്പോൾ ഈ വീഡിയോ താഴ്ന്ന ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാം. അവരൊന്നും റിയാലിറ്റിയിലുള്ള ആളുകളല്ല. ഈ നെഗറ്റീവ് കമൻസ് കണ്ടുകൊണ്ട് നമുക്കൊരു മുദ്ര കുത്തുന്ന ഒരു ജനവിഭാഗമുണ്ട്, ഇതിങ്ങനെയാണ് എന്നുള്ളത്. പക്ഷേ ഹൂ ആം ഐ എന്ന് ഞാൻ എന്നെ അന്വേഷിക്കുന്ന പോലെ നിങ്ങളും സത്യത്തിനെ അന്വേഷിക്കണം. അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യണം. അതുപോലെ നിങ്ങൾ സത്യത്തെ അന്വേഷിക്കണം. നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടി. ഇപ്പോൾ ഞാൻ ആരാണ്, എൻ്റെ ചാനൽ, എൻ്റെ വീഡിയോസ്, എൻ്റെ ലൈവുകൾ, ഇതെല്ലാം നിങ്ങൾ നിങ്ങൾ അന്വേഷിച്ചിട്ട് ഒരാൾ കള്ളനാണ് കണ്ടെത്ത് മുട്ടും തുറക്കപ്പെടുന്നത്. മുട്ടി നോക്കണം, മുട്ടിയിട്ടും കാര്യമില്ല. അടുത്ത എന്താ ഡയലോഗ്?
ചോദിക്കുന്നെങ്കിൽ ലഭിക്കും. അവിടെ മുട്ടി തുറന്നു ചോദിക്കണം നമ്മൾ. നമ്മൾ ചോദിക്കണം, എനിക്ക് തരുമോ, കിട്ടുമോ ചോദിക്കണം. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചോദിക്കണം. അന്വേഷിച്ചു കാര്യമില്ല, കണ്ടുപിടിച്ചു കാര്യമില്ല, മുട്ടി എന്നിട്ടും കാര്യമില്ല, തുറക്കപ്പെട്ടു എന്നിട്ടും പറ്റില്ല. ചോദിക്കണം. നമ്മൾ ചില ആളുകൾ പറയുന്നത് ഞാൻ അന്വേഷിച്ചു കണ്ടുപിടിച്ചു കേട്ടോ. ഞാൻ അങ്ങനല്ല പറയാം. നിങ്ങൾ അന്വേഷിച്ചു, ഓക്കെ, കണ്ടുപിടിച്ചു, ഓക്കെ, ആത്മാവ് എന്താണെന്ന് കണ്ടുപിടിച്ചു. ഇപ്പോൾ ആ കണ്ടുപിടുത്താണ് ഈ പറഞ്ഞ നാഡീജ്യോതിഷം. നാഡീജ്യോതിഷം കണ്ടുപിടിച്ചു. എന്നിട്ട് കണ്ടുപിടിച്ചോണ്ട് കാര്യമില്ല, നിങ്ങൾ അവിടെ മുട്ടണം. ടക്ക് 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 മുട്ടണം. മുട്ടുമ്പോൾ തുറക്കും. തുറക്കുന്നത് വരെ മുട്ടണം. തുറന്നു. അപ്പോൾ ആളുകൾ പറയും ഞാൻ കണ്ടു, വെളിച്ചം കണ്ടു എന്നൊക്കെ പറയും. അത് തുറന്നിട്ടേ ഉള്ളൂ. തുറന്നു കഴിഞ്ഞാൽ അവിടെ ചോദിക്കണം, തരുമോ, ഭിക്ഷ തരുമോ, എന്താ ചെയ്യണ്ടേ. ആ ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുള്ളൂ, ഉത്തരം കിട്ടുള്ളൂ. അതുവരയ്ക്ക് നിങ്ങൾക്ക് കിട്ടില്ല. ചിലവർ അന്വേഷിക്കും, കണ്ടുപിടിക്കും എന്നൊക്കെ പറയും. അതുകൊണ്ട് കാര്യമില്ല. കണ്ടുപിടിച്ചുകൊണ്ടും കാര്യമില്ല, മുട്ടിയോണ്ടും കാര്യമില്ല, തുറക്കപ്പെട്ടിട്ടും കാര്യമില്ല. ചോദിക്കണം. ചോദിച്ചാൽ കിട്ടും, അല്ലാണ്ട് കിട്ടില്ല. പ്രകൃതി അങ്ങനെയാണ്. ബൈബിൾ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ബൈബിൾ പറഞ്ഞു. ആ ചോദിക്കുന്ന സമയത്താണ് എന്താണ് നീ, ആരാണ് നീ എന്ന് പറഞ്ഞു തരുള്ളൂ. അതുകൊണ്ടാണ് ജ്യോതിഷമൊക്കെ നോക്കാൻ പോകുന്ന ആളുകൾ, ആ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആരും ഇവിടെ ഇല്ല. സോ നമ്മൾ അങ്ങനെയല്ല, വ്യത്യസ്തനാണ്, എല്ലാം പറഞ്ഞു കൊടുക്കും. ഇതാണ് പറയാനുള്ളത്. എന്തായാലും ഒരു നീണ്ട ഒരു എന്താ പറയുക സംസാരം അല്ലെങ്കിൽ ടോക്കായിരുന്നു. കുറേ കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കാൻ പറ്റി. ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകർ, പ്രത്യേകിച്ച് മെഡിറ്റേഷൻ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റി. പിന്നെ പുസ്തകത്തെ പറ്റിയും കൂടുതൽ കാര്യങ്ങൾ ഇനി വിളിച്ച് ചോദിക്കുകയാണെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇഷ്ടംപോലെ കോൾസ് അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. സമയമില്ലാത്ത ഒരു കുഴപ്പം മാത്രമേ കാണുകയുള്ളൂ. അപ്പം തൃശ്ശൂരിൽ നിന്ന് ഇവിടം വരെ യാത്ര ചെയ്തെത്തി. രണ്ടുപേർക്കും മിത്രാത്മകൻ കല്യാണം കഴിച്ച് ഭാര്യയും കുട്ടിയാണ് ഇപ്രാവശ്യം എത്തിയിരിക്കുന്നത്. കൂട്ടിയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊരു ജീവിതത്തിലേക്കുള്ള പുതിയ തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. അപ്പോൾ എല്ലാ പ്രേക്ഷകരും, ഇതുവരെ കേട്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നമസ്കാരം. താങ്ക് യു.